എല്ലാം പോലീസിൻ്റെ തലയിൽ വെച്ചാൽ മതിയല്ലോ. ഇപ്പോൾ വനം വകുപ്പ് ഒരു പണി കിട്ടിയിരിക്കുക. ഈ വേടൻ എന്ന് പറയുന്നവനെ സ്റ്റാറാക്കി കളഞ്ഞു. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വേടനും ഈ മറ്റേ നമ്മുടെ സർക്കാരും തമ്മിൽ എന്തോ ഒരു ഡീലിംഗ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് പ്രസിദ്ധി ഒരാൾ ഫേമസ് ആവുന്നത് ഈ ഓപ്പോസിറ്റ് വഴിയിലും ആവുമല്ലോ. ഇപ്പോൾ എവിടെ നോക്കിയാലും വേടനാണ്. ഹാഷ്ടാഗ് മറ്റേ വേടനാണ് ഇപ്പോൾ ട്രെൻഡിങ്. ഇനി ട്വിറ്ററിലും കൂടെ ഇൻ്റർനാഷണലിലും കൂടെ ഒന്ന് ട്രെൻഡിങ് ആക്കി വിട്ടാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ 4 ഗ്രാം ഗഞ്ചാവേ. അവൻ്റെ പാട്ട് ഇറങ്ങിയ സമയത്ത് അവൻ ഇത്രയും ട്രെൻഡിങ് ആയിട്ടില്ല. ഇപ്പോൾ അവനെ ശരിക്കും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പാട്ടൊന്നും അങ്ങനെ ആദ്യത്തെ 1-2 പാട്ടുകളൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ ബൂമറാടാ, നിനക്ക് പ്രായമായി. എടാ റാപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ജാതി എന്നും പറഞ്ഞുകൊണ്ട് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? എവിടെ നോക്കിയാലും ഇതാ ഒരു വിനായകനുണ്ടായിരുന്നു, എപ്പോൾ നോക്കിയാലും വരും അതവർക്ക് അതങ്ങനെ അതിങ്ങനെ. ഇത് പറഞ്ഞിട്ട് ഉള്ള ആനുകൂല്യങ്ങൾ മൊത്തം മേടിച്ചെടുക്കും. ഇപ്പോൾ പറയും ഞാൻ BJP കാരനാണ്. ഞാൻ BJP അല്ല, ഒന്നുമില്ല. ഞാൻ പല ടോപ്പിക്കുകൾ എനിക്കിങ്ങനെ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുകയാണ്. ആളൂരിലാണ് തുടങ്ങിയത്, ഒരു അഡ്വക്കേറ്റിൽ തുടങ്ങി അതിങ്ങനെ കണക്റ്റായി വന്നപ്പോൾ ഈ വേടൻ്റെ കാര്യം വന്നു, ഈ മറ്റേ വനം വകുപ്പ് വന്നു, പോലീസ് എക്സൈസ് ഇവരൊക്കെ മറ്റേ ആൾക്കാരെ കുടുക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ ചെകുത്താൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വീട്ടിലെന്തോ 4-5 ആൾക്കാർ വന്നെന്നോ. അതിൻ്റെ വീഡിയോ, അതിനെക്കുറിച്ച് സീക്രട്ട് ഏജൻറ്റ് പറയുന്നുണ്ട് വല്ലതൊക്കെ വെച്ചിട്ട് പോകും കേട്ടോ. എൻ്റെ അമ്മേ, ഭയങ്കര ആൾക്കാരാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ചെകുത്താനെയൊക്കെ ഇപ്പോൾ കുടുക്കിയിട്ട് വേണം മറ്റേ കേരള സർക്കാരിന് അല്ലെങ്കിൽ പോലീസിലെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ മറ്റേ ബാഡ്ജ് മേടിച്ച് കുത്താൻ ഈ ചെകുത്താനെയൊക്കെ കുടുക്കിയിട്ട് വേണം, അല്ലെങ്കിൽ വേടനെയൊക്കെ കുടുക്കിയിട്ട് വേണം. വേടനെ കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. വേടനെ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു വേടനെ വലിയൊരാളാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിയുമ്പോൾ ഇതിപ്പോൾ കഴിയും. ഇതിപ്പോൾ മാപ്പൊക്കെ പറഞ്ഞ് കോപ്പൊക്കെ പറഞ്ഞ് അത് പുലിപ്പല്ലേ അല്ലെന്നൊക്കെ ആയിപ്പോവും. ഈ പുലിപ്പല്ല് ഇട്ടാൽ ഇത്രയും പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രശ്നമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ ലാലേട്ടനെ കൊണ്ടുവന്നു, അത് ചെയ്തു, അത് സവർണൻ, മറ്റത് മറിച്ചത്. എന്താ ബൈ 2025 ആണ്. ഞങ്ങൾ മറ്റേ റാപ്പാണ് ഇപ്പോൾ കേരളത്തിലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ മറ്റേ ഡോക്ടർ ഡ്രെയുടെ പാട്ട് കേട്ടാണ് ഞങ്ങൾ എണീക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് മറ്റേ ജാതി, മറ്റത് മറിച്ചത്, അതാണ് ഇതാണ്, മോഹൻലാൽ ഇതായതുകൊണ്ടല്ലേ അയാളെ വെറുതെ വിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വിനായകനിപ്പോൾ കുറച്ച് നാളായിട്ട് കാണാനല്ല, ഇപ്പോൾ വരും. കുറച്ച് അവത്തൊക്കെ പറ്റി ആശാൻ. അതുകൊണ്ട് പുള്ളിക്ക് വലുതായിട്ട് ഇപ്പോൾ സ്കോപ്പില്ലെന്ന് തോന്നുന്നു. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ കുറച്ച് ഒന്ന് നല്ലപോലെ കിട്ടിയതാണ്. പിന്നെ മറ്റേ തുണി പൊക്കിയൊക്കെ കാണിച്ചപ്പോഴേ ഭ്രാന്തായി പോയെന്ന് പറഞ്ഞ്